അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറുൽ മആനിയുടെ 9ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് തുടർന്നുകൊണ്ട് പറയുന്നു, വൽ മുഖാലഫത്തു നഹ്വു അൽഹംദുലില്ലാഹിൽ അലിയിൽ അജ്ലലി. നമ്മൾ നേരത്തെ പറഞ്ഞു, മുഫ്രദിലുള്ള ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ അത് തനാഫുറുൽ ഹുറൂഫിനെ തൊട്ടും ഖറാബത്തിനെ തൊട്ടും മുഖാലഫത്തുൽ ഖിയാസിൽ ലുഗവിയിനെ തൊട്ടും ഒഴിവാവലാണ്. ആ മുഖാലഫത്തിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഈ മുഖാലഫത്തുൽ ഖിയാസിൽ ലുഗവി എന്ന് പറഞ്ഞാൽ എന്താണ്? തനാഫുറും ഖറാബത്തും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. മുഖാലഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തകൂനൽ കലിമത്തു, കലിമത്തായിരിക്കുക, അലാ ഖിലാഫി കാനൂനി മുഫ്രദാത്തിൽ അൽഫാദുൽ മൗദൂഅത്തി, മൗദൂആയ അൽഫാദിൻ്റെ മുഫ്രദാത്തിൻ്റെ കാനൂന്, ഒരു മഅനക്ക് വെക്കപ്പെട്ട അൽഫാദ്, ആ അൽഫാദിൽ മുഫ്രദാത്ത്, മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ നാഖിസായ മുറക്കബിനെ ഉൾപ്പെടുത്തും. താമായ മുറക്കബല്ലാത്തതിനൊക്കെ ഇവിടെ മുഫ്രദ്, അതാണ് ഇവിടുത്തെ മുഫ്രദ് കൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ മുഫ്രദാത്തിൻ്റെ കാനൂന്, ആ മുഫ്രദാത്തിനൊരു കാനൂനുണ്ടാവും. അത് അറബി ലുഗത്ത് പരിശോധിക്കുമ്പോഴാണ് ആ കാനൂൻ മനസ്സിലാകുക. ആ ലുഗാത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് എതിരായിരിക്കുകയാണ്. അതാണ് മുഖാലഫത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം നിയമത്തോട് എതിരാവാൻ പാടില്ല. അപ്പം കലിമത്ത് ഫസീഹാവണമെങ്കിൽ ഈ മുഫ്രദാത്തിൻ്റെ ഈ കാനൂന്, ആ കലിമാത്തിനൊരു കാനൂനുണ്ട്. അത് കാനൂന് മനസ്സിലായാൽ ലുഗാത്ത് പരിശോധിക്കുമ്പോഴാണ്. ആ കാനൂന് എതിരായിരിക്കുക. ഐനി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഷാരി പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് അലാ ഖിലാഫി മാ തബത്ത അനിൽ വാളിഈൻ, വാളീനത്തോട് സ്ഥിരപ്പെട്ട ഒന്നിൻ്റെ എതിരായിരിക്കുകയാണ്. ചിലപ്പം ലുഗാത്തുനിന്ന് മുസ്തംബത്തായ കാനൂനും വാളീനത്തോട് സ്ഥിരപ്പെട്ടതും രണ്ടും രണ്ടായിരിക്കാം. ഉദാഹരണം പറയാം. ഫഅലുൻ ഖിയാസു മസ്ദരിൽ മുഅദ്ദാൻ, മുതഅദ്ദിയായ ഫീലിൻ്റെ ഈ തുലാത്തിയായ മുതഅദ്ദിയായ ഫീലിൻ്റെ മസ്ദർ വരേണ്ടത് ഫഅൽ വസനാണ് എന്നുള്ളത് അതിൻ്റെ കാനൂനാണ്, ഖിയാസാണ്. ആ ഖിയാസിനെതിരായിട്ട് ചിലപ്പം വാളീനത്തോട് സ്ഥിരപ്പെട്ട് വരാം. അപ്പം ഫസീഹ് വാളീനത്തോട് സ്ഥിരപ്പെട്ടതായിരിക്കും. ഇപ്പോൾ ഫഅല് എന്നാണ് ഫഅല യഫ്അലുവിൻ്റെ മസ്ദർ വൻ്റെ ഫഅല് എന്ന, അലിമ യഅലമുൻ്റെ മസ്ദർ വൻ്റെ അൽമ് എന്ന. പക്ഷേ ഉപയോഗത്തിലുള്ളത് ഇസ്തിമാൽ എങ്ങനെ? ഇൽമ് എന്ന, ഇൽമ് ഫീല് എന്നൊക്കെയാണ്. അതെന്തുകൊണ്ട്? വാളീനത്തോട് സ്ഥിരപ്പെട്ടത് അങ്ങനെയാണ്. അപ്പം ഇവിടെ കാനൂനി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താണ്? വാളിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. വാളി ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഖിലാഫുണ്ട്. വാളി അള്ളാഹു ആണെന്ന് പറയുന്നുണ്ട്. എല്ലാ ഖൽക്കാണ്, സൃഷ്ടികളാണ് എന്ന് പറയുന്നുണ്ട്. ഖിലാഫ് ജമുൽ ജവാമിയിലൊക്കെ പറയുന്നുണ്ട് വാളി ആരാണെന്ന്. ആ വാളി ആരാവട്ടെ, അതിപ്പോൾ നമ്മുടെ പ്രശ്നമല്ല. വാളീനെ തൊട്ട് സ്ഥിരപ്പെട്ടതിൻ്റെ ഖിലാഫായിരിക്കാം. ശേഷം പറയുന്നുണ്ട്, ഇപ്പം ആല്, മാ, അബാ, യഅ്ബ, അബിറ, യഅ്ബറു എന്നൊക്കെ ഉള്ളത് പിന്നെ ഈ മുഫ്രദാത്തിൻ്റെ അൽഫാദ് ലുഗാത്ത് പരിശോധിച്ച് കിട്ടുന്ന ആ മുസ്തംബത്തായ കാനൂനെതിരാണ്. പക്ഷേ അത് വാളീനത്തോട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആല്, മാ, അബാ, യഅ്ബ, അബിറ, യഅ്ബറു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. നഹ്വു അൽ അജ്ലലി, അൽ അജ്ലലി എന്ന വാക്ക് പോലെ ബി ഫഖിൽ ഇദ്ഗാമി, ഇദ്ഗാമിനെ അയക്കൽ കൊണ്ട് അജ്ലലി എന്ന് പറയാം. ഫി ഖൗലിഹി, അത് ഷായിറിൻ്റെ കൗലിൽ മിസ്ര ആണ്. അൽഹംദുലില്ലാഹിൽ അലിയിൽ അജ്ലലീന,
അൽഹംദുലില്ലാഹിൽ അലിയിൽ അജ്ലലി. അപ്പോൾ അജ്ലലായ ഉന്നതനായ മഹാനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇവിടെ അജ്ലലി എന്നുള്ളതിന് ഒരേ കലിമത്തിൽ ഒരേപോലത്തെ രണ്ട് ഹർക്കത്തിൽ രണ്ട് ഹർഫ് അടുത്ത് വന്നാൽ ഒന്നാമത്തേനെ രണ്ടാമത്തേൽ ഇദ്ഗാം ചെയ്യാൻ നിർബന്ധമാണ് എന്നാണ് ഖിയാസ് നിയമം. അങ്ങനെ ഇദ്ഗാം ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ. ഇവിടെ അതിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അജല്ല് എന്നാണ് പറയേണ്ടത്. വൽ ഖിയാസല്ല അജല്ലു, അജല്ല് എന്നാണ്. അപ്പം ഇതിനെതിരായി പറഞ്ഞത് ഇത് ഫസീഹായ കലിമത്തല്ല എന്നാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നത്. ഫനഹു ആലിൻ വ മായിൻ വ അബാ യഅബ വ അബിറ യഅബറു. അപ്പം ആല് പോലുള്ളത്, ആലിൻ്റെ അസ്ല് അഹ്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അഹ്ലിനെ എന്ത് ചെയ്ത് ഹാവിനെ മറിച്ചിട്ട് ഹംസയാക്കി. എന്നിട്ട് പിന്നെ ഹംസയെ മറിച്ച് രണ്ട് ഹംസ അടുത്ത് വന്നപ്പോൾ ഹംസയെ അലിഫാക്കി മറിച്ചു. അപ്പം ഈ ഹാഇനെ ഹംസയാക്കി മറിക്കുക എന്നുള്ളത് അതെന്തല്ല, അത് ഖിയാസിയല്ല, ഖിയാസിനോട് എതിരാണത്. എന്നതുപോലെ തന്നെ മാ എന്നുള്ളത്, മാഇൻ്റെ അസ്ല് മബഹ് എന്നാ, മാ ഉൻ അസ്ലു മബഹ്. അപ്പോൾ വാവ് മുത്തഹരിക്കും പിന്നെ മാക്കബൽ മഫ്തുവായിട്ട് വാവിനെ മറിച്ച് അലിഫാക്കി, അത് ഓക്കെ, അത് ഖിയാസി തന്നെ, കുഴപ്പമില്ല. ഈ മബഹ് എന്നുള്ള ഹാഇനെ മറിച്ച് ഹംസയാക്കുക എന്നുള്ളത് അത് അറബി ലോകത്തിലില്ലാത്തതാണ്. അപ്പം അതും ഖിയാസിനെതിരാണ്. പക്ഷേ ഇത് രണ്ടും ആല് മാ എന്നുള്ളത് വാലീനത്തോട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വാലീനത്തോട് സ്ഥിരപ്പെട്ടതായതുകൊണ്ട് അത് ഖിയാസി അല്ലെങ്കിലും അത് ഫസീഹാണ്. വാലീനത്തോട് സ്ഥിരപ്പെടുക എന്നാണ് ഇവിടെ ഉദ്ദേശം. മുഫ്രദാത്തിൻ്റെ അൽഫാദിൻ്റെ മുഫ്രദാത്തിൻ്റെ കാനൂനിൻ്റെ എതിരാകുക എന്ന് പറഞ്ഞാൽ വാലീനത്തോട് സ്ഥിരപ്പെട്ടതിന് എതിരാകുക എന്നേ അർത്ഥമുള്ളൂ. അബായ ഇബ എന്നുള്ളൂ അങ്ങനെ തന്നെ, അബായ ഇബ. ഇപ്പം ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്ഉലു എന്നൊക്കെ വരും. ഇപ്പം നസറ യൻസുറു, ഫഅല യഫ്ഇലു, ളറബ യദ്രിബു. ഫഅല യഫ്അലു എന്ന് വരണമെങ്കിൽ അതിൻ്റെ ഐൻ ഫീലോ ലാം ഫീലോ എന്തായിരിക്കണം? ഹൽക്കിൻ്റെ അർഫായിരിക്കണം എന്ന് നിയമമുണ്ട്. ഫതഹ യഫ്തഹു, മനഅ യംനഉ, ഖറഅ യഖറഉ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഐൻ ഫീലോ ലാം ഫീലോ പിന്നെ ഹൽക്കിൻ്റെ അർഫിൽ നിന്നൊന്നായാൽ ഫഅല യഫ്അലു വസനിൽ എന്ത് വരുള്ളൂ? മുളാരി വരികയുള്ളൂ എന്നാണ് ഖിയാസ് നിയമം. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്ത് വന്നു? ഇവിടെ അബാ യഅബ എന്നുള്ളിടത്ത് ഐൻ ഫീലും ലാം ഫീലും എന്തല്ല ഹൽക്കിൻ്റെ അർഫല്ലാതെ തന്നെ ഫഅല യഫ്അലു വസനിൽ വന്നു. അത് ഷാദാണെന്ന് പറയും. നിയമത്തിനോട് എതിരാണ് ഷാദ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഫസീഹല്ല എന്നല്ല. അത് ഇസ്തിമാൽ കതീറാണ്, അത് പിന്നെ ഇതുമാണ്, അത് ഫസീഹുമാണ്. അബിറ യഅബറു എന്നുള്ള അങ്ങനെ തന്നെ, അബിറ യഅബറു. അത് ഖാഫ യഖാഫു, ഖാഫ അസ്ലു ഖവീഫ, ഖവീഫ യഖ്വഫു എന്നാ. അപ്പം ഖവീഫൻ്റെ വാവിൻ്റെ മുമ്പ് എന്തായി? വാവ് കസറത്ത് മുമ്പുള്ളത് സുക്കൂനുമായിട്ട് വാവിൻ്റെ അല്ല അബീറ, അബീറ എന്നുള്ളിടത്ത് എന്ത്? ഖവീഫ എന്നുള്ള വാവ് മുത്തഹരിക്കും മാക്കബൽ മഫ്തുവായിട്ട് വാവിനെ മറിച്ച് അലിഫാക്കി. എന്നതുപോലെ ഇവിടെയും അലിഫാക്കുക വേണ്ടത്. യഖ്വഫു എന്നുള്ള അങ്ങനെ തന്നെ, യഖ്വഫു, യഅബറു, യഅബറു എന്നുള്ളിടത്തും വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ളേക്ക് നക്കൽ ചെയ്യാറ്റുണ്ട്. യഖ്വഫു എന്നുള്ളിടത്ത് നക്കൽ ചെയ്തിട്ട് വാവിനെ മറിച്ച് അലിഫാക്കിയതാണ്. എന്നതുപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ അങ്ങനെ ചെയ്തില്ല. ഇവിടെ അബിറ യഅബറു എന്നാണ് പറയുന്നത്. അത് പിന്നെ വാലീനത്തോട് സ്ഥിരപ്പെട്ടത് അങ്ങനെയാണ്, അതുകൊണ്ടത് ഫസീഹാണ്, ഫസീഹുൻ. അപ്പം ആല് മാ അബാ യഅബ അബിറ യഅബറു എന്നുള്ളത് ഫസീഹാണ്. ലിയന്നോ സബത്താനിൽ വാലി കദാലിക്ക. കാരണം എന്താണ്? വാലീനത്തോട് സ്ഥിരപ്പെട്ടത് അങ്ങനെയാണ് എന്നാണ് ഷാരി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഖീല പറയപ്പെട്ടു, ഫസാഹത്തുൽ മുഫ്രദി ഖുലൂസുഹു മിമ്മാ ദുക്കിറ വമിനൽ കറാഹത്തി ഫിസ്സംഇ. മുഫ്രദ് ഫസീഹാവല് ഖുലൂസുഹു
അത് രക്ഷപ്പെടലാണ് മിമ്മാതുക്കിറ മേൽ പറയപ്പെട്ടതിൽ നിന്ന്. മേൽ പറയപ്പെട്ടതെന്ന് പറഞ്ഞാൽ തനാഫുറുൽ ഉറൂഫും ഖറാബത്തും മുഖാലഫത്തുൽ ഖിയാസുൽ ലുഗവിയും. അത് മൂന്നിൽ നിന്ന് രക്ഷപ്പെടണം, അത് മൂന്നിൽ നിന്നും ഒഴിവാവണം. അതിൻ്റെ പുറമെ വമിനൽ കറാഹത്തി ഫി സംഇലുള്ള കറാഹത്തിനെ തൊട്ട് ഒഴിവാവണം. കേൾവിയിലുള്ള വെറുപ്പ്, കേൾക്കാൻ സുഖമില്ലാതിരിക്കുക എന്നുള്ളതുകൊണ്ടാവരുത്. എന്നാലേ ലഫ്ദ് ഫസീഹാവുകയുള്ളൂ, മുഫ്രദ് ഫസീഹാവുകയുള്ളൂ എന്നാണ് കീലക്കാരൻ പറയുന്നത്. അതെങ്ങനെയാണ് സംഇലുള്ള കറാഹത്തിനെ തൊട്ട് ഒഴിവാവൽ? ബിഅൻ യകൂനൽ ലഫ്ദു, സംഇലുള്ള കറാഹത്ത് എന്താണ് എന്ന്. അത് ബിഅൻ യകൂനൽ ലഫ്ദു, ലഫ്ദായിരിക്കുക ബിഐതു യമുജുഹ സംഉ, സംഉ അതിനെന്താക്കുക, തുപ്പുക. മറ്റേ യമുജു പറഞ്ഞാൽ തുപ്പുക, സംഉ തുപ്പുക എന്ന് പറഞ്ഞാൽ സംഇന് അരോചകമായി തോന്നുകയാണ്, കേൾവിക്കൊരു സുഖമില്ലാത്ത. വയതബറവൻ സമായിഹ, അത് കേൾക്കുന്നതിന് തൊട്ട് ഒഴിവാകുക, അത് അരോചകമായത് കൊണ്ട് അതിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ നോക്കുക. നഹ്വു അൽ ജിരിഷ ഫി ഖൗലി അബി തയ്യിബ്, അബി തയ്യിബിൻ്റെ ഖൗലിലുള്ള ജിരിഷ എന്ന പദം പോലെ, എന്ന ലഫ്ദ് പോലെ. ജിരിഷ ഷെയ്റുൻ മുബാറകുൽ ഇസ്മി അഗറുൽ ലഖബി കരീമുൽ ജിരിഷ ഷരീഫുൻ നസബി എന്നുള്ള ഷെയ്റാണ്. ഏതോ ഒരാളെ മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഒരു കവി. മുബാറക്കുൽ ഇസ്മി, ഇസ്മ് ബർക്കത്താക്കപ്പെട്ട ആളാണ്. അഗറുൽ ലഖബി, ലഖബലമ് പ്രസിദ്ധമാണ്. കരീമുൽ ജിരിഷ അയ്യൻ നഫ്സി, ജിരിഷാനുള്ള ഉദ്ദേശം നഫ്സാണ്. ശരീരം വളരെ മാന്യനായ ആളാണ്. ഷരീഫുൻ നസബി, തറവാട് പ്രസിദ്ധനുമാണ്, തറവാട് ഷറഫുള്ള ആളാണ്, ശ്രേഷ്ഠമായ ആളാണ്. ഇവിടെ വല്ല അഗറു മിനൽ ഖൈലി അൽ അബിയലുൽ ജബ്ഹത്തി, ഖൈലെന്ന് അഗർ എന്ന് പറഞ്ഞാൽ അൽ അബിയലുൽ ജബ്ഹത്തി, നെറ്റിത്തടം വെളുത്താണ്. അപ്പം നെറ്റി വെളുത്ത കുതിര എന്ന അഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സുമ്മസ്തുഇറ ലികുല്ലി വാളിഹിൻ മഅറൂഫിൻ, പിന്നെ എല്ലാം മഅറൂഫായ വാളിഹായതിനും ഇസ്തിയാർത്ത് നടത്തപ്പെട്ടു. ഇപ്പം എല്ലാ മഅറൂഫായതിനും എന്ത് പറയും? വ്യക്തമായ പ്രസിദ്ധി ആർജിച്ചതിനൊക്കെ അഗർ എന്ന് പറയും. ഇവിടെ അഗറുൽ ലഖബി എന്ന് പറഞ്ഞാൽ ലഖബ് പ്രസിദ്ധമായ ആളാണ്. ഈ പറഞ്ഞതിൽ വഫീഹി നളുറുൻ, ഇതിൽ നളുറുണ്ട്. ഈ ഖീലയിൽ മുഫ്രദ് ഫസീഹാവണമെങ്കിൽ മേൽ പറഞ്ഞത് മാത്രം പോരാ, കേൾക്കാനൊരു സുഖം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഖീലക്കാരൻ പറഞ്ഞത്. അതിൽ നളുറുണ്ട്. ഇവിടെ കറാഹത്തിനെ തൊട്ട് ഒഴിവാവണം എന്ന് പറയുമ്പോൾ കറാഹത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കണ്ടേ? ഈ എന്നൽ കറാഹത്ത് ബി സംഇലുള്ള കറാഹത്ത് ഇന്നമാഹിയ മിൻ ജിഹത്തിൽ ഖറാബത്തി, അത് ഖറാബത്തിൻ്റെ ഭാഗത്തിൽ കൂടെയാണ്. ഈ ലഫ്ള് അപരിചിതമായതുകൊണ്ട്, പരിചയമില്ലാത്തത് കൊണ്ടാണിത് കറാഹത്ത് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഖറാബത്തിനെ തൊട്ട് ഒഴിവാകുക എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ തൊട്ട് ഒഴിവാവൽ വന്ന് ഇത് പ്രത്യേകം പറയേണ്ടതില്ല. എങ്ങനത്തെ ഖറാബത്ത്? അൽ മുഫസറത്തി ബിൽ വഹ്ഷിയത്തി, വഹ്ഷിയത്ത് എന്ന് തഫ്സീർ പറയപ്പെട്ട ലഫ്ള് കാടനാവുമ്പോഴാണല്ലോ കറാഹത്ത് ഉണ്ടാകല്. മിഥലു തക്കത്തും ബഫറങ്കി ഊ എന്ന് പറഞ്ഞ മാതിരി, തക്കത്തും ബഫറങ്കി ഊ, തക്കത്തും നിങ്ങൾ ഒരുമിച്ച് കൂടി, ബഫറങ്കിയോ നിങ്ങൾ പിരിഞ്ഞു പോവുക. അത് വഹ്ഷിയ ലഫ്ള, കേൾക്കാനൊരു സുഖമല്ല. ആ വഹ്ഷിയ ലഫ്ളായത് കൊണ്ടാണ് ഇവിടെ കറാഹത്ത് വന്നത്. ഇപ്പം നഹ്വി ദാലിക, ഇതുപോലുള്ള ലഫ്ളുകൾ, വഹ്ഷിയ ലഫ്ളുകൾ, കാടൻ ലഫ്ളുകൾ എന്നാണ് ഷാരി റഹ്മുള്ള മറുപടി പറയുന്നത്. അപ്പോൾ ഈ ഖറാബത്തിനാലാണ് ഇവിടെ കറാഹത്തും പിസ്സമ്മ് വന്നത്. അല്ലാത്ത കറാഹത്തും പിസ്സമ്മ് എന്ന് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല, അത് വഹ്ഷിയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി. വഖീല, വേറൊരു ഖീലുണ്ട്, ലിയന്നൽ കറാഹത്ത പിസ്സമ്മി വഅദമാ യർജിഅൻ ഇലാ തീബിൻ നഗമീൻ. കറാത്തും പിസം എന്ന് പറഞ്ഞതേ അത് വഹ്ഷിയായത് കൊണ്ടല്ല കേട്ടോ ഈലക്കാരൻ പറയുന്നത്.
അത് വഹ്ഷിയായതുകൊണ്ടല്ല. ലിയന്നൽ കറാത്ത ബിസമ്മി മഅദമഹ യർജിയാനില തീബിൻ നഗമി, അത് നഗമ് രാഗം അല്ലെ ശബ്ദ സൗന്ദര്യം എന്നൊക്കെ പറയാം. ഈ ശബ്ദ സൗന്ദര്യത്തിൻ്റെ അതിലേക്ക് മടങ്ങുന്നതാണ്. ഈ കറാഹത്തില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത്, കേൾവിക്ക് സുഖമുണ്ടായിരിക്കുക ഇല്ലായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എർജിയാനുകൊണ്ട് മടങ്ങുമില്ല തീബിൻ നഗമി, ഈ രാഗം നന്നാവലിലേക്ക്. വഴതമി തീബി, രാഗം നന്നാകാത്തതിലേക്കും. അത് ഒരു സുന്ദര ശബ്ദമുള്ള ആൾ പാടുമ്പോൾ അത് കേൾക്കാൻ സുഖം ഉണ്ടാവും, അല്ലാത്ത ആൾ പാടുമ്പോൾ കേൾക്കാൻ സുഖം ഉണ്ടാവില്ല. അതിലേക്ക് മടങ്ങുന്നതാണ് എന്നാണ്, അല്ലാതെ വഹ്ഷിയത്തിലേക്ക് മടങ്ങുന്നതല്ല എന്നാണ് കീലക്കാരൻ പറയുന്നത്. ലാ ഇലാ നഫ്സിൽ ലഫ്ദ്, ലഫ്ദിൻ്റെ നഫ്സിലേക്ക് മടങ്ങുന്നതല്ല. വഫീനുറുൻ, ആ പറഞ്ഞത് ശരിയല്ല. ലിൽ കത്തി, ഉറപ്പല്ലേ. ബിസ്തിക്രായിൽ ജിരിഷ, ജിരിഷ എന്നുള്ളത് ഒരു സുഖമില്ലാത്ത പദമാണ് എന്നുള്ളത്. ഇതുപോലെ നഫ്സി, നഫ്സിനെ കൂടാതെ നഫ്സ് എന്ന് പറയുന്നതും ജിരിഷ എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമല്ലേ. നഫ്സ് എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, കേൾക്കാൻ ഒരു വെറുപ്പൊന്നുമില്ലല്ലോ. ജിരിഷ എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖമല്ല. അത് പിന്നെ രാഗം നല്ല ഈണത്തിൽ നല്ല ശബ്ദ സൗന്ദര്യമുള്ള ആൾ പറയട്ടെ, ശബ്ദ സൗന്ദര്യം ഇല്ലാത്ത ആൾ പറയട്ടെ, ആര് പറഞ്ഞാലും ജിരിഷിൻ നഫ്സും വ്യത്യാസം ഉണ്ടല്ലോ. നഗമി, ഇവിടെ രാഗത്തിനെ തൊട്ട് കത്ത് ചെയ്യലോടുകൂടെ അതിൽക്ക് നോക്കാതെ തന്നെ ഒരാൾ പറയാണ്, രണ്ടും രാഗമില്ലാത്ത ആൾ പറയാണ്, അല്ലെങ്കിൽ രണ്ടും രാഗമുള്ള ആൾ പറയാണ്, എങ്ങനെയാലും വ്യത്യാസം ഉണ്ടല്ലോ, ഉറപ്പല്ലേ. അപ്പം നിങ്ങൾ തീബുന്നഗമിൽക്ക് മടങ്ങുമെന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വൽ ഫസാഹത്ത് ഫിൽ കലാമി, കലാമിലുള്ള ഫസാഹത്ത്, ഖുലൂസുഹു മിൻ ളുഅഫി തഗ്ലീഫി, ആ കലാം രക്ഷപ്പെടലാണ്. മിൻ ളുഅഫി തഗ്ലീഫി, ളുഅഫി തഗ്ലീഫിൽ നിന്ന് രക്ഷപ്പെടുക. ളുഅഫി തഗ്ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അത് മഷ്ഹൂറായ നഹ്വിൻ്റെ കായിദയോട് എതിരാവുക എന്നാണ് ളുഅഫി തഗ്ലീഫ് പറഞ്ഞത്. അതിന് രക്ഷപ്പെടുക. അപ്പോൾ തനാഫുരുൽ കലിമാത്തി, തനാഫുറുൽ കലിമാത്തിൽ നിന്നും രക്ഷപ്പെടുക. തനാഫുറുൽ കലിമാത്ത് എന്ന് പറഞ്ഞാൽ കലിമത്തുകൾ പരസ്പരം പൊരുത്തമില്ലാതിരിക്കുക, തനാസുബില്ലാതിരിക്കുക, ഒരു യോജിപ്പില്ലാതിരിക്കുക. അതിനുദാഹരണം പറയുന്നുണ്ട്. വഖബറു ഹർബിൻ ബീമക്കാനിൻ കാഫറു വലൈസ കുർബ കബരി ഹർബിൻ കാബറു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കുർബ്, കബർ, ഹർബ് എന്നൊക്കെയുള്ള ഓരോ കലിമത്തുകളും അതിൻ്റെ ഹുറൂഫുകളുടെ ഇടയിൽ തനാഫുറില്ല. കലിമത്തുകളൊക്കെ ഫസീഹാണ്, പക്ഷേ ആ കലിമത്തുകൾ കൂടിച്ചേരുമ്പോൾ ഒരു തനാഫുർ ഉണ്ടാകുന്നുണ്ട്, ഒരു പൊരുത്തല്ലായിക. അങ്ങനെ കലിമത്ത് ഫസീഹായിരിക്കെ തന്നെ കലാമിൽ തനാഫുർ ഉണ്ടായിരിക്കുക. കലിമത്തുകൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന തനാഫുർ അതിനെ തൊട്ടും ഒഴിവായിരിക്കണം, എന്നാലേ കലാം ഫസീഹാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ താക്കീദിനെ തൊട്ട് ഒഴിവായിരിക്കണം. താക്കീദ് പറഞ്ഞാൽ ലഫ്ളിൽ നിന്ന് ആശയം ഗ്രഹിക്കാനൊരു പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, ഒരു കെട്ടിക്കൊടുക്കുന്നുണ്ട്, അതിനാ താക്കീദ് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. മാ ഫസാഹത്തിഹ, ആ കലിമത്തുകൾ തന്നെ ഫസീഹാവലോട് കൂടെയായ സ്ഥിതിയിൽ. അപ്പം കലിമത്തുകൾ ഫസീഹാവലോട് കൂടെയായ സ്ഥിതിയിൽ കലാം എന്താക്കണം, ഇവയെ തൊട്ടൊക്കെ രക്ഷപ്പെടണം. തരീഫ്, തനാഫുൽ കലിമാത്ത്, താക്കീദ് എന്നതിനെ തൊട്ട് രക്ഷപ്പെടണം. എന്തോടുകൂടെ? കലിമത്തുകൾ ഫസീഹാവലോട് കൂടെയായ സ്ഥിതിയിൽ. മഅ ഫസാഹത്തിഹ എന്നുള്ളത് ഹുവ, അത് ഹാലു മിനൽ ലമീരി ഫി ഖുലൂസിഹി എന്ന് പറഞ്ഞ ലമീറിന് ഹാല. അപ്പോൾ ആ കലാം രക്ഷപ്പെടുക എന്തോടുകൂടെ ആ സ്ഥിതിയിൽ. അപ്പോൾ ആ ഖുലൂസിന് കൈതാവും മഅ ഫസാഹത്തിഹ എന്ന് പറയുമ്പോൾ, അതിൽ നിന്ന് ഹാലാക്കുമ്പോൾ അത് രക്ഷപ്പെടണം. ആ കലിമാത്ത് തന്നെ ഫസീഹാവലോട് കൂടിയ സ്ഥിതിയിൽ. വഹ്തറസ, മുസന്നിഫ് സൂക്ഷിച്ചു, ബിഹി, ഈ പിന്നെ ഫസാഹത്തിഹ എന്നതുകൊണ്ട്, എന്ന കൈതുകൊണ്ട്, അൻ മിഥിലി സയ്യിദുൻ അജ്ലലു വശഅറുഹു മുസ്തസ്റുൻ, സയ്യിദുൻ അജ്ലലു എന്നതിനെ തൊട്ട്. അപ്പോൾ സയ്യിദുൻ അജ്ലലു എന്നുള്ള കലാം ഫസീഹല്ല. എന്തുകൊണ്ട്?
അജ്ലലു എന്ന കലിമത്ത് ഫസീഹല്ലാത്തതുകൊണ്ട്. അപ്പോൾ കലിമത്ത് ഫസീഹത്തായിരിക്കണം. പിന്നെ വഷഅറു മുസ്തസിറു എന്നുള്ള ആ കലിമത്ത് എന്തല്ല, ഫസീഹല്ല. അതുകൊണ്ട് ഈ കലാമും ഫസീഹല്ല എന്നർത്ഥം. വൻഫു മുസറജ് എന്നുള്ളത് അങ്ങനെ തന്നെ, മുസറജ് ഫസീഹല്ലാത്തതുകൊണ്ട് കലാം ഫസീഹല്ല. വഖീല പറയപ്പെട്ടു വഹാലു മിനൽ കലിമാത്തി, ഈ മാ ഫസാഹത്തിഹ എന്നുള്ളത് കലിമാത്ത് എന്ന് ഹാലാന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വലോ ദക്കറഹു, ഈ മാ ഫസാഹത്തിയ എന്നതിനെ പറഞ്ഞിരുന്നെങ്കിൽ ബി ജംബിഹ, ആ കലിമാത്തിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ ചാരത്ത് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ല സലീമ മിനൽ ഫസ്ലി ബൈനൽ ഹാലി വദീഹ ബിൽ അജ്നബി, ഹാലിൻ്റെയും സായിബ് ഹാലിൻ്റെ ഇടയിൽ പിരിക്കലിനെ തൊട്ട് രക്ഷപ്പെടുമായിരുന്നു. ബിൽ അജ്നബി, അജ്നബിയെ കൊണ്ട്, അജ്നബി ഹാലും സായിബ് ഹാലും അല്ലാത്തതുകൊണ്ട്. ല സലീമ എന്ന് പറഞ്ഞാൽ മുസന്നിഫ് രക്ഷപ്പെടുമായിരുന്നു. മിനൽ ഫസ്ലി ബൈനൽ ഹാലി വദീഹ ബിൽ അജ്നബി, അജ്നബി കൊണ്ട് ഹാലിൻ്റെയും സായിബ് ഹാലിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നത് ഇതിനെ തൊട്ട് രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഖീല. അപ്പം ആ കലിമാത്തിൽ നിന്ന് ഹാലാക്കിയാൽ മതി, കലിമാത്തിൽ നിന്ന് ഹാലാണ്. പിന്നെ എന്തെന്നല്ല, ആ കലാമെന്ന് ഹാലല്ല. അപ്പോൾ അവിടെ വേറെ പ്രശ്നം വരും. അതാ പറയുന്നത്, ഷാരി പറയുന്നുണ്ട്. വഫീഹി നളുറുൻ, അതിന് നളുറുണ്ട്. ലി അന്നോ ഹീനൈദിൻ യക്കൂനു കൈതൻ ലി തനാഫുരി ലാലിൽ ഖുലൂസി. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്നറിയോ? അപ്പം തനാഫുറിന് കൈതാവുന്നു, ഖുലൂസിന് കൈതാവില്ല. ഹാല് അതിൻ്റെ പിന്നെ അതിൻ്റെ സായിബ് ഹാലിൻ്റെ പിന്നെ ആമിലിന് കൈതായിരിക്കുമല്ലോ. ഇപ്പോൾ ജാ സെയ്ദുൻ റാക്കിബ് എന്ന് പറഞ്ഞാൽ സെയ്ദ് വന്നു, അവൻ റാക്കിബായ സ്ഥിതിയിൽ വന്നു പറഞ്ഞാൽ അപ്പോൾ അവൻ വരവ് റാക്കിബായിരിക്കുക എന്നുള്ളത് മജീൻ്റെ കൈതാണ്. അപ്പോൾ നടന്ന് വന്നാലേ പറയാൻ പറ്റൂല, റാക്കിബായ സ്ഥിതിയിൽ വന്നു എന്ന് പറയാൻ പറ്റൂല. എന്നതുപോലെ ഇവിടെ ഇപ്പം മാ ഫസാഹത്തിഹ എന്നുള്ള കലിമാത്ത് നിന്ന് ഹാലാകുമ്പോൾ ആ കലിമാത്തിൻ്റെ ആമിലായ തനാഫുർ, ആ തനാഫുറിന് കൈതായിരിക്കും. അപ്പോൾ കൈതാവുമ്പോൾ എങ്ങനെ അർത്ഥം വരിക? അപ്പോൾ എൽസമ യകൂനൽ കലാം മുസ്തമിൽ അല, അപ്പോൾ എങ്ങനെ ആവും അർത്ഥം? അപ്പോൾ ഈ കലാം രക്ഷപ്പെടുക എന്തോടുകൂടെ? ഈ കലിമത്തുകൾ, ഈ കലാം രക്ഷപ്പെടുക എന്തിന്ന് രക്ഷപ്പെടുക? തനാഫുറുൽ കലിമാത്തിൽ നിന്ന് രക്ഷപ്പെടുക. മാ ഫസാഹത്തിഹ, ആ കലിമത്തുകൾ തന്നെ ഫസീഹാവലോട് കൂടെയായ സ്ഥിതിയിൽ. അപ്പോൾ കലിമത്തുകൾ ഫസീഹാവലോട് കൂടെയായ സ്ഥിതിയിൽ കലിമത്തിൻ്റെ തനാഫുറിനത്തോട് രക്ഷപ്പെടുക. അപ്പോൾ കലിമത്തിൻ്റെ തനാഫുറിനത്തോട് രക്ഷപ്പെടണം എപ്പോൾ? ആ കലിമത്ത് ഫസീഹാകുമ്പോൾ എന്നായി. അപ്പം കലിമത്ത് ഫസീഹാകുമ്പോഴേ എന്ത് നിർബന്ധമുള്ളൂ? കലിമത്ത് ഫസീഹാകുമ്പോഴേ കലിമാത്തിൻ്റെ തനാഫുറിനത്തോട് രക്ഷപ്പെടേണ്ടതുള്ളൂ. അപ്പം കലിമത്ത് ഫസീഹായിട്ടില്ലെങ്കിലോ? ഫസീഹായിട്ടില്ലെങ്കിൽ കലിമാത്തിൻ്റെ തനാഫുറിനത്തോട് രക്ഷപ്പെടേണ്ടതില്ല എന്നാണല്ലോ കൈദിൻ്റെ അർത്ഥം. കൈദ് എന്ന് പറഞ്ഞാൽ കൈദ് ഉണ്ടാകുമ്പോഴേ മുഖയ്യതുള്ളൂ. അപ്പം തനാഫുറുൽ കലിമാത്തിനത്തോട് രക്ഷപ്പെടേണ്ടത് എപ്പോഴാണ്? അത് ഫസീഹായിരിക്കുമ്പോഴാണ്. അപ്പം എങ്ങനെ ആവും അർത്ഥം? എൽസമു, അപ്പോൾ ലാസിമാകും അൻ യകൂനൽ കലാമുൽ മുസ്തമിലു അലാ തനാഫുരിൽ കലിമാത്തിൽ ഗൈരിൽ ഫസീഹത്തി, ഫസീഹത്തല്ലാത്ത കലിമാത്തിൻ്റെ മേലിൽ ചുറ്റിയ, ഫസീഹത്തല്ലാത്ത കലിമാത്തിൻ്റെ തനാഫുറിൻ്റെ മേൽ ചുറ്റിയ കലാമ് ആവേണ്ടി വരും, ഫസീഹാവേണ്ടി വരും എന്ന്. അപ്പം കലിമാത്ത് എന്തായിട്ടില്ല? ഫസീഹല്ല. അപ്പം തനാഫുറുണ്ടാണ്, കുഴപ്പമില്ല. കലിമാത്ത് ഫസീഹല്ലാതിരിക്കുമ്പോൾ തനാഫുർ ഉണ്ടാവാം. തനാഫുർ എപ്പോഴേ മാത്രം ഇല്ലാത്തതുണ്ടോ? ഫസീഹ് ആകുമ്പോഴേ തനാഫുറിന് രക്ഷപ്പെടേണ്ടതുള്ളൂ. ഫസീഹ് ആവാതിരിക്കുമ്പോൾ തനാഫുറിൽ നിന്ന് രക്ഷപ്പെടേണ്ടതില്ല എന്ന് വരും. അപ്പോൾ ഫസീഹല്ലാത്ത തനാഫുറുള്ള കലിമാത്ത് ഫസീഹായ കലാമാണെന്ന് പറയേണ്ടി വരും. അന്നഹു യസ്തുഖു അലൈഹി, അതിൻ്റെ മേൽ സാധിക്കാവും. അന്നു ഖാലിസുൻ അൻ തനാഫുരിൽ കലിമാത്തി അല കൗനിഹാ ഫസീഹത്തൻ എന്ന് പറയേണ്ടി വരും. എന്താണ് ആ കലാമ്? പിന്നെ ഫസീഹത്തായ സ്ഥിതിയിൽ,
തനാഫുറിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അറിയും. ഇവിടെ ഫസീ അല്ലാത്തത് കൊണ്ടല്ലേ തനാഫുറിനെ തൊട്ട് രക്ഷപ്പെടാത്തത്. ആ ഫസീഹായ സ്ഥിതിയിൽ തനാഫുറിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതിനെപ്പറ്റി പറയാലോ, സാധിക്കാവുമല്ലോ. അതുകൊണ്ട് ആ പറഞ്ഞത് ശരിയല്ല. അത് കലിമാത്തുനിന്ന് ഹാലായതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അത് ഖുലൂസുഹു എന്നുള്ള ലമീർ കലാമിലേക്ക് മടങ്ങുന്ന ലമീറിൽ നിന്ന് ഹാലാക്കണം എന്നത് നീ മനസ്സിലാക്കണം എന്നാണ് ഫഫ്ഹം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഫൽമുഅഫു, അപ്പം മേൽ പറഞ്ഞ മുഅഫു തഗ്ലീഫ് അൻ യകൂന തഗ്ലീഫുൽ കലാമി, കലാമിൻ്റെ രചനയായിരിക്കുക അലാ ഖിലാഫിൽ ഖാനൂനി നഹവിയിൽ മഷ്ഹൂരീൻ, മഷ്ഹൂറായ നഹവി ഖാനൂനിനെതിരായിരിക്കുക, നഹവി നിയമത്തിനെതിരായിരിക്കുക. ബൈനൽ ജുംഹൂരി, ജുംഹൂറിൻ്റെ ഇടയിൽ, ജുംഹൂറിൻ്റെ ഇടയിൽ മഷ്ഹൂറായത്, മഷ്ഹൂറായ ഖാനൂനെതിരായിരിക്കണം. ഷാദായ ഖാനൂനായ പോരാ. ഏതുപോലെ? കൽ ഇൽമാരി കബല ദിക്രി, ലമീറാക്കി കൊണ്ടുവരിക. കബല ദിക്രി അതിൻ്റെ മർജിയിലായി പറയുന്നതിന് മുമ്പ്, മർജി പറയുന്നതിൻ്റെ മുമ്പ് ലമീറാക്കി കൊണ്ടുവരിക. ലഫ്ളൻ വ മഅനൻ വ ഹുക്കുമൻ, ലഫ്ളിലും മഅനയിലും ഹുക്കുമിലും പറയുന്നതിന് മുമ്പ്. അപ്പം ലഫ്ളിൽ പറഞ്ഞ് അല്ലെങ്കിൽ മഅനയിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഹുക്കുമിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു നിലക്ക് മർജീനെ പറഞ്ഞാൽ മതി, എല്ലാത്തിലും കൂടി പറഞ്ഞോളണമെന്നില്ല. മൂന്നിലും പറഞ്ഞിട്ടില്ല, പറയാതെ ലമീറാക്കി കൊണ്ടുവന്നാൽ അത് മുഅഫു തഗ്ലീഫാണ് എന്ന്. അപ്പോൾ ഉദാഹരണം പറയാം, ലഫ്ളിലും റുത്ബയിലും മുന്തിയയിലേക്ക് ലമീർ മടങ്ങാൻ. ഹുക്കുമ് പറഞ്ഞാൽ റുത്ബയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ലറബ സയ്യിദുൻ ഗുലാമഹു എന്ന് പറഞ്ഞു, ലറബ സയ്യിദുൻ ഗുലാമഹു എന്ന് പറഞ്ഞാൽ അവിടെ ഗുലാമഹു എന്നുള്ള ലമീർ ലഫ്ളിലും റുത്ബയിലും മുന്തിയയിലേക്കാണ്. അതേ സമയത്ത് ലറബ സയ്യിദൻ ഗുലാമുഹു എന്ന് പറഞ്ഞു, ഗുലാമുഹു. അപ്പം ലറബ സയ്യിദൻ, സയ്യിദിനെ അടിച്ചു, ഗുലാമു അവൻ്റെ ഗുലാം അടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഗുലാമുഹു എന്ന് പറഞ്ഞാൽ അവിടെ ലഫ്ളിൽ മുന്തിയയിലേക്കാണ്. ലറബ സയ്യിദൻ, സയ്യിദൻ എന്നുള്ള മഫൂലാണ്, ഗുലാമുഹു എന്നുള്ള ഫായിലാണ്. അപ്പോൾ ഗുലാമുഹു എന്നുള്ള ലമീർ അല്ല, ലറബ സയ്യിദൻ അബൂഹു എന്ന് പറഞ്ഞു, സയ്യിദിനെ അടിച്ചു അബൂഹു അവൻ്റെ അബു അടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അവിടെ മുന്തിയയിലേക്കാണ് ലമീർ മടങ്ങുന്നത്, ലഫ്ളിൽ മുന്തിയത്. റുത്തുബയിൽ ഫായിലാണ് ആദ്യം വരേണ്ടത്, പിന്നെയാണ് മഫൂൽ വരേണ്ടത്. അപ്പോൾ റുത്തുബയിൽ പിന്തിയയിലേക്കാണെങ്കിലും ലഫ്ളിൽ മുന്തിയയിലേക്കാണെന്ന് പറയാം. പിന്നെ അപ്പം റുത്തുബ എന്ന് പറഞ്ഞാൽ അതന്നെ ഹുക്കുമ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മഅനയിൽ മുന്തുകാൻ, മഅനയിൽ മുന്തുന്നതിന് ഉദാഹരണം പറയാം നമ്മളെ, ഈദിലു ഹുവ അഖ്റബുലി തഖ്വ, ഈദിലു നിങ്ങൾ നീതി ചെയ്യുക, ഹുവ അദ്ലി അഖ്റബുലി തഖ്വ, തഖ്വക്ക് അഖ്റബാണ് എന്നുള്ള ഈദിലു എന്നതിൽ നിന്ന് അറിയിക്കുന്നൊരു അദ്ലുണ്ട്, അതിലേക്കുള്ള ലമീർ, അതാ മഅനയിൽ മുന്തിയത്. മഅനയിൽ തഖദ്ദുമുൽ മഅനവിയ്യു അല്ലാ യതഖദ്ദമൽ മർജു അല ലമീരി ലഫ്ളൻ ലാകിൻ ഹുനാക മാ യദുല്ലു അലാ തഖദ്ദുമിഹി മഅനൻ. ലഫ്ളിൽ എന്തില്ല, ലഫ്ളിൽ മർജി മുന്താതിരിക്കുകയാണ്. മഅനവിയ തഖദ്ദും എന്ന് പറഞ്ഞാൽ ലഫ്ളിൽ പിന്നെ മുന്തിയിട്ടില്ല, പക്ഷെ അതിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്ന് മുന്തിയിട്ടുണ്ട്, അതാ മഅനവിയ തഖദ്ദും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മർജീൻ്റെ മേൽ അറിയിക്കുന്നത് മുന്തുക. ഇപ്പം ഈദിലു എന്നുള്ളത് അറിയിക്കുന്നുണ്ട് അദ്ലി എന്നുള്ളതിൻ്റെ മേൽ. അങ്ങനെ മൂന്നിലും മുന്താത്തതിൻ്റെ മേൽ ലമീർ മടങ്ങുക എന്നുള്ളത്, അത് മൂന്നിലും എന്തായിട്ടില്ല, മുന്തിയിട്ടില്ല, മൂന്നിലും പിന്തിയതാണ്. അതിൻ്റെ മേൽ ലമീർ മടക്കുക എന്നുള്ളത് അത് മുഅഫു തഅലീഫാണ്. നഹ്വു ലറബ ഗുലാമുഹു സയ്യിദൻ എന്ന് പറയാം. അപ്പം ലറബ ഗുലാമുഹു സയ്യിദൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹു എന്നുള്ള ലമീർ ലഫ്ളിലും പിന്തിയയിലേക്കാണ്, ഹുക്കുമിലും പിന്തിയയിലേക്കാണ്. പിന്നെ അവിടെ ഒരു മഅനല്ല, മുന്തിയ ഒരു മഅനൻ്റെ മേൽ അറിയിക്കുന്ന ഒരു കാര്യം മുമ്പ് പറഞ്ഞു, മർജീൻ്റെ മേൽ അറിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും പിന്തിയയിലേക്ക് മടങ്ങുക എന്നുള്ളത് മുഅഫു തഗ്ലീഫാണ് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? വത്തനാഫുറു, തനാഫുർ നഹ്വു വലൈസ ഖുർബാ കബരി ഹർബിൻ ഖാബറു എന്നതുപോലെയാണ്.
വത്തനാഫുറു, തനാഫുറു എന്നാൽ മേൽ പറഞ്ഞ തനാഫുറുൽ കലിമാത്ത്, അൻ തക്കൂനൽ കലിമാത്തു, കലിമത്തുകളായിരിക്കുക, തഖീലത്തൻ അലൽ ലിസാനി, അത് നാവിൻ്റെ മേൽ ഭാരമായിരിക്കാൻ. വൈങ്കാന കുല്ലും മിൻഹാ ഫസീഹത്തൻ, ഓരോ കലിമത്തും ഫസീഹത്താണെങ്കിലും, അപ്പോൾ ഓരോ കലിമത്തും ഫസീഹത്താണ്, പക്ഷെ കലിമത്തുകൾ കൂടുമ്പോൾ എന്തുണ്ടാകുന്നു? നാവിൻ്റെ മേൽ ഭാരമുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ തനാഫുറുൽ കലിമാത്ത് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ കലാം ഫസീഹാവില്ല. ഉദാഹരണം നാവു മിസ്ര വലൈസ ഖുർബ ഖബരി ഹർബിൻ കാബറു. വലൈസ ഖുർബ ഖബരി ഹർബിൻ, ഹർബിൻ്റെ ഖബറിൻ്റെ അടുത്തില്ല. ഓ ഇസ്മു റജുലിൻ, ഈ ഹർബ് എന്ന് പറഞ്ഞാൽ ഹർബ് ബിൻ ഉമയ്യത്ത് എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ ഖബറിൻ്റെ അടുക്കലില്ല, ഖബറുൻ, വേറെ ഖബറില്ല. വസദ്റുൽ ബൈത്തി, ബൈത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, വാ ഖബറു ഹർബിൻ ബിമകാനിൻ കാഫറൂന. അപ്പം പിന്നെ ഖബറു ഹർബിൻ, ഹർബിൻ്റെ ഖബർ ബിമകാനിൻ കഫരി, കഫറായ ഒരു തരിശ് ഭൂമിയിലാണ്. ഐ ഖാലിൻ അനിൽ മായി വലക്കലൈ, അവിടെ പുല്ലും വെള്ളവും ഒന്നുമില്ലാത്ത സ്ഥലത്താണ്, ഒരു മരുഭൂമിയിലാണ്, ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഖുർബ ഖബരി ഹർബിൻ, ഖുർബ് ഖബർ ഹർബ് എന്നുള്ളതെന്ന് എന്തല്ല, അതൊക്കെ ഫസീഹായ കലിമത്തുകളാണ്. ഓരോ കലിമത്തിലും തനാഫുറില്ല. പക്ഷേ ഈ കലിമത്തെ കൂടിയപ്പം ഖുർബ ഖബരി ഹർബിൻ എന്നൊക്കെ കൂടിയപ്പോൾ എന്തുണ്ടായി? അവിടെ എന്തുണ്ടായി? തനാഫുറുണ്ടായി. മനസ്സിലായില്ലേ? ദക്കറ ഫി അജായിബിൽ മഖ്ലൂക്കാത്ത്, ദക്കറ മുസന്നിഫ് പറഞ്ഞു, ഫി അജായിബിൽ മഖ്ലൂക്കാത്തി, അജായിബിൽ മഖ്ലൂക്കാത്ത് എന്ന തൻ്റെ കിതാബിൽ പറഞ്ഞു, അന്ന മിനൽ ജിന്നി നൗഅൻ യുഖാലു ലഹുൽ ഹാത്തിഫ്, ജിന്നിൻ്റെ കൂട്ടത്തിൽ ഒരു ഇനുണ്ട്, അതിന് ഹാത്തിഫ് എന്നാ പേര്. ഫസാഹ വാഹിദു മിൻഹും, അവരിൽ നിന്നൊരാൾ അട്ടഹസിച്ചു അല ഹർബി ബിൻ ഹുമയ്യത്ത, ഹർബ് ബിൻ ഹുമയ്യത്ത് എന്ന് പറഞ്ഞ ആളുടെ മേലിൽ. അപ്പോൾ മാത്താൾ മരിച്ചുപോയി. ഫഖാല ദാലിക്കൽ ജിന്നിയു ആദൽ ബൈത്ത, അങ്ങനെ അപ്പോൾ ഈ ബെയ്ത്ത്, ഈ ആ ജിന്ന് പാടിയ ബെയ്ത്താണിത്. വലൈസ ഖുർബ ഖബരി ഹർബിൻ കാബറു വാ ഖബറു ഹർബിൻ ബിമകാനിൻ കാഫരി എന്നുള്ള ബെയ്ത്ത്. അപ്പോൾ ഇങ്ങനെ ഹർബ് ബിൻ ഉമയ്യത്ത്, ഇതിൻ്റെ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് ദസൂക്കിയിൽ, ഹർബ് ബിൻ ഉമയ്യത്തും തൻ്റെ സുഹൃത്ത് മിർദാസ് സുലമി രണ്ടുപേരും ഇങ്ങനെ ഒരു കാട്ടിലൂടെ നടന്നു പോയപ്പോൾ, അവർ കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഇത് കൃഷിക്ക് യോജിച്ച ഭൂമിയാണ്, ഇവിടെ നമ്മൾ രണ്ടാളും കൂറായിട്ട് കൃഷി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ കാടൊക്കെ കത്തിച്ചപ്പോൾ അത് ജിന്നുകളുടെ വാസസ്ഥലമായിരുന്നു. ജിന്നുകൾ ഇവരുടെ മേൽ അട്ടഹസിച്ച് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്ത്, ഇവർ രണ്ടുപേരും മരിച്ചുപോയി എന്നുള്ളതാണ് ഒരു കഥ പറയുന്നുണ്ട്, ചരിത്രം. എന്തായാലും വഖൗലിഹി ഷായിറിൻ്റെ കൗല് പോലെയും, ഷെയ്റുൻ കരീമുൻ മതാ അംദൗഹു വൽവറ മഈവ ഇദാലും തുഹു വഹദി. കരീമുൻ, അദ്ദേഹം കരീമാണ്, മാന്യനാണ്. മതാ അംദൗഹു, ഞാൻ അയാളെ സ്തുതിക്കുമ്പോഴെല്ലാം, അയാളെ മദ്ഹ് പറയുമ്പോഴെല്ലാം, അംദൗഹു, ഞാൻ അയാളെ മദ്ഹ് പറയുമ്പോൾ, വറാ മഈ, എത്തരത്തിൽ ജനങ്ങളാകുന്നത് മഴി എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ അയാളെ മദ്ഹ് ചെയ്യുമ്പോഴൊക്കെയും ജനങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. വൈദാമാ ലുംതുഹു വഹദി, ഞാൻ അയാളെ ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തമാണ് ആളെ ആക്ഷേപിക്കുന്നത്, ആരും എൻ്റെ കൂടെ ഉണ്ടാകുകയില്ല. അത്രയും വലിയ കരീമാണ് അദ്ദേഹം. ഫൽ വാവു ഫി വൽവറ, വൽവറ എന്നുള്ളതിലുള്ള വാവ് ലിൽ ഹാലിനാണ്. അപ്പോൾ എത്തരത്തിൽ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തെ മദ്ഹ് ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥം. വഹുവ, ഈ വറ എന്നുള്ള മുബ്തദയാണ്.
ഖബറു മഴി, അതിൻ്റെ ഖബർ മഴി എന്നുള്ളതാണ്. വൈന്നമ മസല ബി മിസാലൈനി, ഇവിടെ തനാഫുറിന് 2 ഉദാഹരണം പറഞ്ഞു മുസന്നിഫ് റഹിമഹുല്ലാ. ബി മിസാലൈൻ 2 ഉദാഹരണം കാണിച്ചത് എന്തിനാണ്? ലി അന്നൽ അവ്വല, ഒന്നാമത്തത് മുത്തനാഹിം ഫി തിക്കലി, അത് തിക്കലിൽ അങ്ങേയറ്റതുള്ളതാണ്, അത് കൂടുതൽ സക്കീലായതാണ്, കൂടുതൽ തനാഫുറുണ്ട്, അത് നാവിൻ്റെ മേൽ കൂടുതൽ ഭാരമുണ്ട്. ബത്താനി ദൂനഹു, രണ്ടാമത് പറഞ്ഞതിന് താഴെയാണ്. ലി അന്ന മൻഷ തിക്കലി ഫിൽ അവ്വലി, ഒന്നാമത്തേലുള്ള തിക്കലിൻ്റെ കാരണം നഫ്സു ഇജ്തിമായിൽ കലിമാത്തി, അവിടെ കലിമാത്ത് തന്നെ ഒരുമിച്ച് കൂടലാണ്. അപ്പോൾ കലിമത്തുകളെ കൊണ്ട് തന്നെ എന്തുണ്ടാകുന്നുണ്ട്? അവിടെ തിക്കലുണ്ടാകുന്നുണ്ട്, ഈ കലിമത്തുകൾ ഒരുമിച്ച് കൂടുമ്പോൾ. വഫി താനി, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇജ്തിമാ ഹുറൂഫി മിൻഹ, ആ കലിമത്തുകളിൽ നിന്നുള്ള ഹുറൂഫ് ഒരുമിച്ച് കൂടുന്നതുകൊണ്ട്, അപ്പോൾ കലിമത്ത് ഒരുമിച്ച് കൂടുന്നതുകൊണ്ടല്ല, അതുകൊണ്ടാണത് മറ്റതിൻ്റെ താഴെയാണ്, അത്ര തിക്കലില്ല. ബഹുവ, ആ ഇജ്തിമാ, എത്തരത്തിലുള്ള ഇജ്തിമാ ഫി തക്രീരി അംദൗഹു, അംദൗഹു എന്നൊരു തക്രീന്ന് അതിനെ ആവർത്തിക്കുന്നതിലാണുള്ളത്. ദൂന മുജറദിൽ ജമീ ബൈനൽ ഹായ് വൽ ഹായ്, വെറും ഹാവും ഹാവും ഒരുമിച്ച് കൂടിയത് കൊണ്ടല്ല, ഹൽക്കിൻ്റെ അർഫായ ഹാവും ഹാവും കൂടി ഒന്നിച്ചു വന്നത് കൊണ്ടല്ല ഇവിടെ തിക്കലുണ്ടാകുന്നത്. ഇവിടെ തിക്കലുണ്ടാകാനുള്ള കാരണം ഈ ഹാവും ഹാവും വന്നു എന്നതിൻ്റെ പുറമേ അത് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആവർത്തനം ഉണ്ടാകുമ്പോഴാണ് തിക്കൽ വരുന്നത്, വെറും ഹാവും ഹാവും ഒരുമിച്ച് കൂടുന്നത് കൊണ്ടല്ല. ലി വഖൂഇഹി, കാരണം ഈ ഹാവും ഹാവും ഒരുമിച്ച് കൂടുക എന്നുള്ള ആ ജംഅ് അത് സംഭവിച്ചതിന് വേണ്ടി ഫി തൻസീൽ, അത് ഖുർആനിലുണ്ടല്ലോ. മിഥലു ഫസബ്ബിഹു, ഫസബ്ബിഹു എന്ന് പറഞ്ഞല്ലോ ഖുർആനിൽ. ഫസബ്ബിഹു എന്ന് പറഞ്ഞിടത്ത് ആ ഹാവ് ഹാവ് ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഖുർആനിൽ ഫസി അല്ലാത്ത വരില്ല. ഫലാ യസിഹുൽ ഖൗലു ബി അന്ന മിഥല ഹാദ തിക്കലു മുഖില്ലും ബിൽ ഫസാഹത്തി, അപ്പോൾ ഇത് ഫസാഹത്തിന് കേട് വരുത്തും എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ടാവും. ഫലാ യസിഹുൽ ഖൗലു, അപ്പോൾ പറയാൻ പറ്റില്ല. ബി അന്ന മിഥല ഹാദ തിക്കല, ബി അന്ന മിഥല ഹാദ തിക്കലി, ഈ മിഥലിൻ്റെ മുദാഫിലായിട്ടല്ലേ. അപ്പോൾ ഈ തിക്കൽ പോലെയുള്ളത് മുഖല്ലും ബിൽ ഫസാഹത്തി, അത് ഫസാഹത്തിന് കേട് വരുത്തും എന്ന് പറയാൻ പറ്റില്ല. ഇനി അപ്പം ഇവിടെ പിന്നെ ആവർത്തനവും ഇജ്തിമാവും കൂടി വന്നപ്പോഴാണ് ഇവിടെ തിക്കലുണ്ടായത് എന്നുള്ളതിനൊരു സനദ് പോലെ പറയുകയാണ് ഷാരി റഹ്മുല്ല. ദക്കറ സാഹിബു ഇസ്മായിലുബിൻ അബ്ബാദ്, സാഹിബ് ഇസ്മായിലുബിൻ അബ്ബാദ് എന്നിവർ പറഞ്ഞു, അന്നഹു അൻഷദ ആദിയൽ ഖസീദത്ത ബി ഹദ്റത്തുൽ ഉസ്താദ് ബിൻ ഹമീദ്, ഞാൻ ഈ കസീദ പാടി. ബി ഹദ്റത്തുൽ ഉസ്താദ് ബിൻ ഹമീദ്, ഉസ്താദ് ഇബ്നുൽ ഹമീദ് എന്നിവരുടെ ഹദ്റത്തിൽ വെച്ച് ഞാൻ ഈ കസീദ പാടി. അദ്ദേഹം ഇത് പാടി. ഫലമ്മ ബലഗ ആദൽ ബൈത്ത, ഈ ബൈത്ത് എത്തിയപ്പോൾ, ഏത് കരീമുമ്മത്ത അംദഹു അംദഹു വൽവറ എന്നുള്ള ആ ബൈത്ത് എത്തിയപ്പോൾ ഖാല ലഹുൽ ഉസ്താദ്, ഉസ്താദ് ചോദിച്ചു ഇദ്ദേഹത്തോട്, ഈ സാഹിബിനോട് ചോദിച്ചു, അൽ തഅരിഫു ഫീ ഷൈഅൻ മിനൽ ഹുജ്നത്തി, അൽ തഅരിഫു ഫീ ഷൈഅൻ മിനൽ ഹുജ്നത്തി, ആ ബൈത്തിൽ വല്ല മോശവും നീ അറിയുമോ? അൽ തഅരിഫു, നീ അറിയുമോ? ഫീഹി, ആ ബൈത്തിൽ ഷൈഅൻ മിനൽ ഹുജ്നത്തി, വല്ല ഖുബുഹും ഉണ്ടോ, വല്ല പോരായ്മയും ഉണ്ടോ? അപ്പം കാല, ഇദ്ദേഹം പറഞ്ഞു, സാഹിബ് പറഞ്ഞു, ഞാൻ ഉണ്ട്. മുഖാബലത്തുൽ മദ്ഹി ബിൽ ലൗമി, അവിടെ മദ്ഹിനെ ലൗമിനോടാണ് നേരിടിച്ചത്. വൈന്നമായ മുഖാബല ബിൽ ദമ്മി, മദ്ഹിനോട് നേരിടപ്പെടുന്നത് ദമ്മു കൊണ്ടാണ്. അപ്പം മദ്ഹിൻ്റെ എതിരിൽ പറയേണ്ട ദമ്മാണ്. അതുമ്മുഹു അംദഹു എന്ന് പറയുന്നത്, ലുംതുഹു എന്നല്ല, അല്ല ദുംതുഹു എന്നാണ് പറയേണ്ടത്, അല്ല ദമംതുഹു. അബിൽ ഹിജായ്, അല്ലെ ഹിജ ആണ് മദ്ഹിൻ്റെ മുഖാബലെ പറയൽ. അപ്പം ഹിജാഗ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താമെന്നുള്ള അർത്ഥം തന്നെ. അപ്പം കാലൽ ഉസ്താദ് പറഞ്ഞു, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഗൈറഹാദ ഉരീദ്, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്, അത് ഒരു കുസൂർ തന്നെ, ഒരു പോരായ്മ തന്നെയാണ്, പക്ഷെ അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാല സാഹിബ്, അപ്പോൾ സാഹിബ് പറഞ്ഞു, ലാതിരി, എന്നാൽ എനിക്കറിയില്ല, ഗൈറദാലിക്ക്, ഇതല്ലാതെ എനിക്കറിയില്ല. ഫഖാൽ ഉസ്താദ്, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഹാദ തക്രീറു ഫി അംദഹു അംദഹു മാൽ ജമ്മി ബൈനൽ ഹായ് വൽ ഹായ് വഹുമാ മിൻ ഹുറൂഫിൽ അൽക്കി ഖാരിജുൻ അൻ ഹദ്ദിൽ ഇഅ്തിദാലി എന്ന് പറഞ്ഞു. ഹാദ തക്രീറു, ഈ തക്രീർ, ഫി അംദഹു,
അംദൗഹു എന്നുള്ള ആവർത്തനം മാൽ ജമി ബൈനൽ ഹായ് വൽ ഹായ്, ഈ ഹായ് ഹാവിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടലോടുകൂടെ. ബഹുമ എത്തരത്തിൽ ഹാവു ഹാവു പിന്നെ ഉറൂഫിൽ ഹൽക്കി, അത് ഹൽക്കിൻ്റെ ഇറപ്പിൽപ്പെട്ടതാണ്. അപ്പം ഹൽക്കിൻ്റെ ഇറപ്പിൽപ്പെട്ടതായിരിക്കെ ഇതിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഖാരിജുൻ അൻ ഹദ്ദിൽ ഇഅ്തിദാലി, അതതിൻ്റെ മിതമായ ശൈലി, ആ മിതത്വത്തെ തൊട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അമിതമായിട്ടുണ്ട് എന്നർത്ഥം. നാഫിറും കുല്ലത്തനാഫിരി, എല്ലാ നിലക്കും നാഫിറാണത്. ഒരു വെറുപ്പുള്ള ഇതാണ്, ഒരു പൊരുത്തമില്ലായികളുണ്ട് അതിൽ കലിമത്തുകൾ തമ്മിൽ. ഫാതന അലൈഹി സാഹിബു, അപ്പം സാഹിബ് ഉസ്താദിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഷാരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ തിക്കലിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഹാവും ഹാവും ഒരുമിച്ച് കൂടിയത് മാത്രമല്ല, അത് ആവർത്തിക്കലോടുകൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ തിക്കൽ വരുന്നത് എന്നതിനൊരു സനദ് പോലെ പറഞ്ഞതാണ് ഷാരി റഹ്മത്തുള്ളാഹി. ഇത് ഇൻഷാ അല്ലാഹ് തുടരും. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.